ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് അതൃപ്തി അറിയിച്ചത്. അവസരം മുതലാക്കിയെന്നാണ് നെതന്യാഹു അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ IT കമ്പനികൾ H1B വിസ ആശ്രിതത്വം വെട്ടിക്കുറച്ചു. US ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കിയതോടെയാണ് US നിയമനത്തിനായി H1B വിസയെ ആശ്രയിക്കുന്നത് കുറച്ചത്. അമേരിക്കക്കാരുടെ ജോലി സാധ്യത കുറയുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് ട്രംപ് കുടിയേറ്റ നിയമം കർശനമാക്കിയത്. ഇന്ത്യൻ എയർലൈനുകൾ വ്യാഴാഴ്ച മുതൽ കാഠ്മണ്ഡുവിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കും. നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ എയർ ഇന്ത്യയും ഇൻഡിഗോയും അധിക വിമാന സർവീസുകൾ നടത്തും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഷാജി മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 1 മാസത്തിനിടെ മരിക്കുന്ന 6ാമത്തെ ആളാണ് ഷാജി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 10,130 രൂപയും പവന് 81,040 രൂപയും എന്ന റെക്കോർഡിലാണ് ഇന്നും വ്യാപാരം. ഈ മാസം തുടങ്ങിയ ശേഷം ഇതുവരെ 1 പവൻ സ്വർണത്തിന് 3,400 രൂപയാണ് ഉയർന്നത്.